പ്രിയപ്പെട്ടവർ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ്. സുഖമായിട്ടിരിക്കുന്നല്ലോ? എന്നായിരുന്നു ഇന്ന് എല്ലാവരും പരിപാടിയിൽ നിന്ന് കമൻ്റൊക്കെ ചെയ്യുക. വലിയ സബ്സ്ക്രൈബർ ആൾക്കാരൊന്നുമില്ല, നമ്മൾ സാധാരണക്കാരായിട്ടായിരിക്കാം. നമ്മളൊന്നും വലിയ സെലിബ്രിറ്റി അല്ലല്ലോ. പക്ഷേ യാത്രകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ? ഞാനിപ്പോൾ ഒരു യാത്രയിലാണ്. ആ യാത്രയുടെ മൊത്തത്തിൽ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് കാഴ്ചകളും ഒക്കെ എനിക്ക് കാണാൻ സാധിച്ചു. അടിപൊളിയാണ്. നമ്മുടെ കൂടെ ഇപ്പം കുറച്ച് കസ്റ്റമറുണ്ട്, അവരെ കൂട്ടി ഒരു ലോങ് ജേണിയാണ്. അപ്പം ഇങ്ങനെ യാത്രയിൽ പല പല അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ട്. നമ്മുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും മാറാൻ യാത്രകൾ വളരെ അനിവാര്യമാണ് കേട്ടോ. എല്ലാവരും ഒരു യാത്രകളൊക്കെ പോകണം. നമ്മൾ എത്ര പ്രതിസന്ധികളുണ്ട്, എന്നൊക്കെ വിഷമിച്ചിരിക്കുവാണെങ്കിലും നമ്മൾ യാത്രകൾ ഒരിക്കലും മുടക്കരുത്. യാത്രകൾ ചെയ്യൂ, മനസ്സിലെ വേദനകൾ അകറ്റൂ എന്നാണ് എനിക്ക് പറയാൻ. പിന്നെ അങ്ങനെ ഇപ്പം പോകുന്നു, ഇപ്പം സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ സുഖമെന്ന് കരുതുന്നു. പിന്നെ വീഡിയോ 2 ദിവസമായിട്ട് ഇച്ചിരി ബിസിയിലും തിരക്കിലും ഒക്കെ ആയിരുന്നു. കുറച്ച് ദിവസമായിട്ട് അതാണ് വീഡിയോ ഒന്നും വരാത്തത്. പക്ഷേ ഇനിയും നമ്മുടെ വീഡിയോകൾ പ്രതീക്ഷിക്കാം. നല്ലൊരു മനസ്സും നല്ലൊരു ഹൃദയവും ഒക്കെയുള്ള നല്ല മനുഷ്യരുമായി കൂട്ടുകൂടാൻ ഒരുപാട് ആഗ്രഹം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ ഇടുന്നത്. പക്ഷേ നമ്മളൊന്നും വലിയ സെലിബ്രിറ്റി അല്ലല്ലോ. പക്ഷേ എന്നാലും നമ്മൾ സാധാരണക്കാരൻ്റെ ഹൃദയം തൊട്ടറിയുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അച്ഛൻ പഠിപ്പിച്ച് ഒരു ദിവസമേ ജീവിച്ചില്ലെങ്കിലും നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കണമില്ല, ജീവിക്കാൻ നിനക്ക് അനുവാദമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നും അത് ഫോളോ ചെയ്യുന്നു. എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും അവരെ പറ്റുന്ന രീതിയിൽ നമുക്ക് സഹായിക്കാനും ഒക്കെ സാധിക്കണം. നല്ലൊരു ഹൃദയത്തിന് ഉടമയാകുക എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പാടിലും ദുരിതത്തിലും ഒക്കെ നമ്മൾ വളർന്നാലേ ഈ കഷ്ടപ്പാടും ദുരിതമൊക്കെ ഉള്ളവരുടെ മനസ്സ് അറിയാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ സാമ്പത്തികം ഉള്ളവർക്കൊന്നും അവർക്ക് അവരുടേതായ രീതിയിലേ അറിയത്തുള്ളൂ. പക്ഷേ നമ്മൾ കഷ്ടപ്പാട് ഈ കുടിലിൽ ജീവിച്ച് വാട്ടുകപ്പ തികത്തി തിന്ന് കഷ്ടപ്പെട്ട് ചക്കക്കുരുവൊക്കെ ചുട്ടു തിന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിലൂടെ ജീവിച്ചവർക്ക് ഇന്നത്തെ ബുദ്ധിമുട്ടുന്ന മനുഷ്യരുടെ ഹൃദയങ്ങൾ അറിയാൻ ഒരു പ്രയാസമില്ല. നമ്മളൊക്കെ അങ്ങനെ ജീവിച്ച ഒരാളാണ്. അതുകൊണ്ട് എല്ലാവരുടെയും വിഷമങ്ങളൊക്കെ അറിയാം. പിന്നെ ഒന്നും ശാശ്വതമല്ല, നീ പ്രപഞ്ചത്തിലൊന്നും ശാശ്വതം. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞ വീഡിയോ ഒന്നും ഇട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, എപ്പോഴും ഹാപ്പി ആയിരിക്കണം, പോസിറ്റീവായിട്ട് ചിന്തിക്കണം, ഒരു നെഗറ്റീവും ഇല്ല. എല്ലാം മാറും, എല്ലാം ശരിയാവും. നമ്മൾ ശരിയാവണം. When the mind is pure, joy follow like a shadow that never leaves. നമ്മുടെ ചിന്തകൾ ശരിയാണെങ്കിൽ സന്തോഷം ഒരു നിഴൽ പോലെ നമ്മുടെ കൂടെ വരും. ഓക്കെ.